നമസ്കാരം. പിണറായി സർക്കാരിന് വീണ്ടും തിരിച്ചടി. IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോകിനെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി നിയമിച്ച സർക്കാർ ഉത്തരവ് റദ്ദാക്കി. ബി അശോക് നൽകിയ ഹർജിയിലാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ. കേഡറിന് പുറത്തുള്ള തസ്തികയിൽ നിയമിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്റെ സമ്മതം തേടിയില്ലെന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ ചെയർമാനായി നിയമിച്ച ഉത്തരവെന്നും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടി. IAS കേഡറിന് പുറത്തുള്ള തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് താൽക്കാലികമായി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ജനുവരിയിൽ തടഞ്ഞിരുന്നു. സ്ഥലമാറ്റം ചട്ടവിരുദ്ധമാണെന്ന് ആരോപിച്ച് അശോക് നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് A. ഹരിപാൽ അധ്യക്ഷനും V. രമ മാത്യു അംഗവുമായ ട്രൈബ്യൂണലായിരുന്നു പരിഗണിച്ചത്. സ്ഥലമാറ്റം പ്രാബല്യത്തിലായെന്നും അശോകിന് പകരം ടിങ്കു ബിസ്വാളിന് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും കാർഷികോൽപാദന കമ്മീഷണറുടെയും അധിക ചുമതല നൽകിയെന്നും സർക്കാർ അറിയിച്ചെങ്കിലും ട്രൈബ്യൂണൽ അംഗീകരിച്ചിരുന്നില്ല. ഇതിന്റെ അന്തിമ ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ് ബി അശോക്. സർക്കാർ നടപടി 1954 അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങളുടെയും IASകാരുടെ ഡെപ്യൂട്ടേഷൻ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നാണ് അശോക് വാദിച്ചത്. നേരത്തെ ഈ സ്ഥലമാറ്റത്തിന് സ്റ്റേ അനുവദിച്ചിരുന്നു. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തെ മാറ്റിയിരുന്നത്. നടപടി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷന്റെ എറണാകുളം ബെഞ്ച് സ്റ്റേ ചെയ്തതോടെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്താണ് ബി അശോക് തുടരുന്നത്. സംസ്ഥാന സർക്കാരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നായിരുന്നു അശോകിന്റെ സ്ഥാനചലനം. ഇതിനെതിരെയാണ് അശോകിന്റെ പോരാട്ടത്തിന് വിജയം സംഭവിച്ചിരിക്കുന്നത്.